നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളെ എന്നും ഇടിക്കുന്ന ഒരുത്തനുണ്ടോ? അവൻ എന്നേലും കൈ കിട്ടിയാൽ രണ്ടെണ്ണം തിരിച്ചു കൊടുക്കണമെന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങളൊന്ന് സ്വപ്നം കണ്ടെന്ന് വരാം അവനിട്ട് രണ്ടെണ്ണം കൊടുക്കുന്നതും അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നതും എല്ലാം. എനിക്കുണ്ടായിരുന്നു 2ാം ക്ലാസ്സിൽ എന്നെ ഇന്റർവെല്ലിന് കണ്ട അടിച്ചിട്ട് ഓടുന്ന ഒരുത്തൻ. അവനെ ആണെങ്കിൽ തിരിച്ചടിക്കാൻ ഞാൻ എത്ര വിചാരിച്ചാലും അവന്റെ ശരീരം കാണുമ്പോൾ എനിക്ക് അതിന് തോന്നാറില്ല. പക്ഷെ ഒരിക്കലും ഞാൻ അവന് പകരം കൊടുത്തു. വാഷ്റൂമിൽ പോയി വരുന്ന വഴിക്ക് അവൻ പോലും അറിയാതെ അവന്റെ പിന്നീന്ന് ഒരു അടി അടിച്ച് ഓടിപ്പോയി ക്ലാസ്സിൽ ഒളിച്ചു നിന്നു. അവൻ അറിയില്ല ഞാനാണോ ആരാണോ അടിച്ചെന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇതുവരെ എന്നോട് പ്രതികാരത്തിനായിട്ട് വന്നിട്ടില്ല. ഞാനാണെങ്കിൽ എന്റെ പ്രതികാരം തീർക്കുകയും ചെയ്തു. ചിലപ്പോൾ അവൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവനോട് പറയാനുള്ളത്, നിന്നെ അന്ന് അടിച്ചിട്ടോടിയവൻ ഞാനാടാ, ഞാൻ. എന്തായാലും നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമയിൽ അടികളെല്ലാം വാങ്ങിക്കൂട്ടുന്ന പയ്യനാണ് നമ്മുടെ ഹീറോ. അവന്റെ പേരാണ് സോൾ. അവനിതുപോലെ അടികളെല്ലാം വാങ്ങിക്കൂട്ടുന്നുണ്ടെങ്കിലും അതിനൊന്നും തിരിച്ചെന്തെങ്കിലും കൊടുക്കണമെന്ന് ഒരാഗ്രഹം പോലുമില്ല. കിട്ടുന്ന അടികളെല്ലാം വാങ്ങി വെക്കുക, അത്രമാത്രമേ അവന്റെ മനസ്സിലുള്ളൂ. പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൻ ആളൊരു ഇൻട്രോവേർട്ടാണ്. ആളുകളോടൊന്നും സംസാരിക്കാൻ താല്പര്യം അവന് തീരെയില്ല. ആകെ 1-2 പേരോട് മാത്രമേ അവൻ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ തന്നെ സംസാരിക്കുള്ളൂ. ഇങ്ങനെ ജീവിക്കുന്ന സോളിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്തായാലും ഞാൻ സിനിമയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല. എന്തായാലും സിനിമ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമാവും, അതെനിക്ക് ഉറപ്പാണ്. എന്നാൽ പിന്നെ നമുക്ക് 2021 റിലീസ് ചെയ്ത ഷാർക്ക് ദ ബിഗിനിങ് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ജീപ്പിൽ ഒരാൾ റേഡിയോയിൽ ന്യൂസും കേട്ടുകൊണ്ട് അങ്ങനെ പോവുകയാണ്. ന്യൂസിൽ പറയുന്നത് സാം എന്ന പേരുള്ള ഒരു MMA ചാമ്പ്യനെ കുറിച്ചാണ്. ഇന്ന് ലോകത്തിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ അവൻ വീണ്ടും ചാമ്പ്യനായി. ഇപ്പോഴടുപ്പിച്ച് 3ാമത്തെ തവണയാണ് അവൻ ഇന്റർനാഷണൽ ചാമ്പ്യനായിട്ട് മാറുന്നത്. എന്നാൽ ഈ സാം ആരാന്ന് വെച്ചാൽ ഈ കാറിൽ നിന്ന് ന്യൂസ് കേൾക്കുന്ന ഈ പയ്യൻ തന്നെയാണ് സാം. അവന് വെറും 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യൻ എന്നുള്ള ഒരു പട്ടം കൂടിയുണ്ട് അവന്. ഈ സമയത്താണ് അവനെ ഫോണിലേക്ക് അമ്മ വിളിക്കുന്നത്. അമ്മ പറയും, നീ ഇപ്പൊ ജയിച്ചതിന്റെ പേരിൽ എവിടെയും പോയിട്ട് അടിച്ചു വിളിക്കാനൊന്നും നിൽക്കല്ലേ, നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വാ, ഒരമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയില്ലേ? ഇത് കേൾക്കുന്ന പെങ്ങളും പറയും, പെട്ടെന്ന് തന്നെ ചേട്ടൻ വീട്ടിലേക്ക് വാ, ഞങ്ങളൊരു സർപ്രൈസ് എല്ലാം കാത്തു വെച്ചിട്ടുണ്ട്. അത് കേൾക്കുന്ന സാമ് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തും. എന്നാൽ അകത്ത് ചെല്ലുന്ന നേരം വീട്ടിലെ കേക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അമ്മയെയും പെങ്ങളെയും കാണുന്നില്ല. അവൻ ഫ്രിഡ്ജിൽ ചെന്നൊരു കുപ്പി വെള്ളം എടുക്കുന്ന നേരമാണ് ഫ്രിഡ്ജിന്റെ ഹാൻഡിലിൽ ചോരക്കറ കാണുക. അവന്റെ കയ്യിലേക്ക് ആ ചോര കാണും. അവൻ ആകെ കൂടെ പേടിച്ച് വീടിനകത്തെല്ലാം ഓടിച്ചെന്ന് അവരെ 2 പേരെയും തിരയും, അമ്മയെയും പെങ്ങളെയും തിരയും. എന്നാൽ പെട്ടെന്ന് അവൻ കാണുന്നത് താഴെ വീണ് കിടക്കുന്ന, ചോരയിൽ കുളിച്ച് വീണ് കിടക്കുന്ന പെങ്ങളെയാണ്. ചേട്ടൻ ഇപ്പോഴെങ്കിലും വന്നല്ലോ എന്ന് അവൾ പറയും. എന്നാൽ അവളെ രക്ഷിക്കാനായിട്ട് വിചാരിക്കുമ്പോഴേക്ക് അവൾ മരിച്ചു കഴിഞ്ഞു. പെട്ടെന്നാണ് കഴുത്തിൽ ഒരു കയറിട്ടൊരുത്തം പിന്നിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകുന്നത്. എന്നാൽ സാമർ MMA ചാമ്പ്യൻ ആണല്ലോ, അവനൊന്നും നോക്കില്ല, അവനെ പിടിച്ച് തൂക്കി അടിക്കും. ആ അടി കഴിയുമ്പോഴേക്ക് പെട്ടെന്നാണ് അടുത്തവൻ വരിക. അവന്റെ തല പിടിച്ച് ആ ചുമരിനിട്ട് അടിയോടടിയാണ്. പെട്ടെന്നാണ് ഒരുത്തം പിന്നീന്ന് വന്ന് കത്തിയോണ്ട് കുത്തുന്നത്. സാം അവന്റെ മോന്തൊക്കെ ഇടിച്ച് താഴെയിട്ട് 3 ഇടിച്ചിടിച്ച് കൊന്നുകളയും. ഇപ്പൊ സാമിന്റെ അവസ്ഥയാണെങ്കിൽ ആ വന്നിരുന്ന 3 പേരും അവന്റെ അമ്മയെയും പെങ്ങളെയും കൊന്നുകളഞ്ഞു. ആ 3 പേരെ ആണെങ്കിൽ സാമും കൊന്നുകളഞ്ഞു. പിറ്റേന്ന് നമ്മൾ കാണുന്നത് കൊറിയയിലൊരു സ്കൂളാണ്. ആ സ്കൂളിൽ വെച്ച് 3 റൗഡി പിള്ളേർ സാമിന്റെ ഈ ഒരു കേസിന്റെ ന്യൂസ് കണ്ടോണ്ടിരിക്കുകയാണ്. എന്നാൽ ക്ലാസ്സിൽ ഒച്ചയും ബഹളവും കേൾക്കുന്ന നേരം അവർ 3 പേരും അവരെ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവരെയും മിരട്ടിയിട്ട് പുസ്തകം എടുത്ത് വെച്ച് പഠിക്കാൻ പറയും. അവരപ്പോൾ വലിയ മാഷുമാര്. ഇതേ സമയം ക്ലാസ്സിൽ തന്നെ ഒരു പയ്യൻ മാത്രം വളരെ പേടിയോടുകൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പേരാണ് സോൾ. അവന്റെ തൊട്ടു പിന്നാലെ വരുന്ന പെൺകുട്ടി അവനോട് പറയും, നീ പഠിച്ച് വലിയ വലിയ കോളേജിലൊക്കെ എത്തും. എന്നാൽ ഞാൻ ഇനി എന്താ ചെയ്യാ? എനിക്ക് തോന്നുന്നില്ല ഞാൻ പഠിച്ച് കോളേജിലൊക്കെ എത്തുമെന്ന്. ഞാൻ ഇനി വേറെ എന്തെങ്കിലും പരിപാടി ചെയ്തു നോക്കട്ടെ, ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ. അപ്പോഴാണ് ക്ലാസ്സിലേക്ക് ടീച്ചർ ഒരു പുതിയ സ്റ്റുഡന്റിനെ കൊണ്ടുവരുന്നത്. അവനാണെങ്കിൽ ആളൊരു ബോക്സറാണ്. അവനൊരു ബോക്സറാണ്, ചാമ്പ്യനാണ് എന്നൊക്കെ സംസാരിക്കുന്ന നേരം ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ കുട്ടികൾക്കും അവനോട് വലിയ മതിപ്പായി. എന്നാൽ ആ ബോക്സർ പയ്യനെ കണ്ടത് മുതൽ നമ്മുടെ സോളാണെങ്കിൽ ആകെ കൂടെ പേടിച്ചിരിക്കുക. അവന്റെ മുഖം കാണുന്ന നേരം അവൻ എന്തൊക്കെയോ ഓർമ്മ വരും. അവൻ ആകെ കൂടെ പേടിക്കും. എന്നാൽ അന്ന് തന്നെ അവൻ ക്ലാസ്സിലുണ്ടായിരുന്ന റൗഡി പിള്ളേരെയൊക്കെ അടിച്ചു തൂക്കും. എന്നിട്ട് അവൻ പറയുന്ന പോലെ ക്ലാസ്സിൽ മര്യാദയ്ക്ക് ജീവിക്കാനായി പറയും. അവനാണിപ്പോൾ ക്ലാസ്സിലെ മെയിൻ റൗഡി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ മുന്നിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സോളിനെ കാണുന്നത്. അവനെ കാണുമ്പോൾ തന്നെ ആകെ കൂടെ കെട്ടിപ്പിടിച്ച്, എടാ സോളെ, നിനക്ക് എന്നെ ഓർമ്മയില്ലേ? നീ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയോ? അങ്ങനെ അവനെ പിടിച്ച് ചൊറിഞ്ഞ് അവന്റെ കഴുത്തിനിട്ട് പിടിക്കുന്ന നേരം മുന്നിലിരിക്കുന്ന പെൺകുട്ടി, നീ എന്താടോ കാണിക്കുന്നത് ചോദിക്കും. എന്നാൽ അപ്പോഴേക്ക് ആ ബോക്സർ അവളുടെ മുഖത്തിട്ട് ഒരൊറ്റ അടിയാണ്. നീ എന്താടി, ഞാൻ പെണ്ണുങ്ങളെ തൊട്ടില്ലെന്ന് വിചാരിച്ചോ? ഞാൻ പെണ്ണുങ്ങളെ അടിക്കുമെന്ന് പറഞ്ഞ് അവൾ അടിച്ചോണ്ടിരിക്കുന്ന നേരം തൊട്ട് പിന്നീന്ന് നമ്മുടെ സോള് വന്ന് അവന്റെ കൈ പിടിച്ചു വെക്കും. അതിന് ബോക്സർ അവന്റെ വയറ്റിനിട്ട് ഒരൊറ്റ ഇടി കൊടുത്ത് അവിടെ ഉണ്ടായിരുന്ന പുസ്തകം എടുത്ത് അവന്റെ തലക്കിട്ട് അടിച്ചോണ്ടിരിക്കും. മുട്ടിയിരിക്കാൻ പറഞ്ഞാൽ നീ മുട്ടിയിരുന്നാൽ മതിയെന്ന് പറഞ്ഞാണ് അടിക്കുന്നത്. എന്നിട്ട് അടിച്ചടിച്ച് അവനെ കൂട്ടി താഴെ ഇടുന്ന നേരം സോള് കാണുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു പേനയാണ്. അവൻ അതും എടുത്ത് തൊട്ടു പിന്നാലെ ബോക്സറുടെ തൊട്ടു പിന്നാലെ എഴുന്നേറ്റ് നിൽക്കും. അതിന് ബോക്സർ തിരിച്ചു വന്ന് പറയും, നിനക്ക് എന്നെ കുത്തി കൊല്ലാൻ തോന്നുന്നുണ്ടോ? അവന്റെ കൈയോടുകൂടെ ആ പേന അവന്റെ തൊണ്ടയിൽ വെച്ച്, നിനക്ക് ഇവിടെ കുത്താൻ തോന്നുന്നുണ്ടോ? എന്നിട്ട് നേരെ കണ്ണിലേക്ക് കൊണ്ടുപോയി, നീ കുത്താൻ പറ്റുമെങ്കിൽ കുത്തി നോക്കടാന്ന് പറയും. എന്നാൽ അവൻ പോലും വിചാരിക്കാതെ പെട്ടെന്നാണ് സോൾ അവന്റെ കണ്ണിനിട്ട് ഒരൊറ്റ കുത്ത് കൊടുക്കുന്നത്. ആ പെൻ അവന്റെ കണ്ണിൽ അങ്ങനെ തന്നെ തറച്ചിരിക്കും. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. കണ്ണിൽ നിന്ന് ചോര ഒഴുകിക്കൊണ്ടിരിക്കുക. ഇനി ആ കണ്ണ് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് എന്തായാലും ഉറപ്പാണ്. സോളാണെങ്കിൽ അവൻ പറഞ്ഞപ്പോ അങ്ങനെ അങ്ങ് ചെയ്തു
പോയതാണ്, അവന് ചെയ്യാനൊട്ടും മനസ്സിലായിരുന്നു. എന്നാൽ ഇതെല്ലാം കാണുന്ന നേരം അവൻ ആകെ കൂടെ പേടിക്കും. അങ്ങനെ കോടതിയിൽ വെച്ച് അവന്റെ എതിർഭാഗം വക്കീല് അവൻ ചെയ്ത കുറ്റങ്ങളെല്ലാം പറയും. ഇതൊരിക്കലും സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്തതല്ല, ഇതൊരു യഥാർത്ഥ കൊലപാതക ശ്രമമാണ്, ശരിയെല്ലാം ചോദിക്കുന്ന നേരം അവന് വേറൊരു വാക്കുകളും ഇല്ല. അവനത് സമ്മതിക്കും. അതെ, ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന രീതിയിൽ അവൻ അതേന്ന് പറയും. അവന്റെ അമ്മയാണെങ്കിൽ തൊട്ടു പിന്നെന്ന് ഇനി എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിൽ ആകെ കൂടെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അവൻ എന്തായാലും ജയിലിൽ പോകും. പിന്നെ നമ്മൾ കാണുന്നത് അവനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അവൻ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ബസ്സിൽ കയറി ചെല്ലുന്ന നേരം അവൻ ഇരിക്കാൻ നേരം ആ സീറ്റിൽ ഒരു വെള്ളമുടിയൻ ചാടി കയറി വന്നിരിക്കും. എന്നാൽ തൊട്ടു പിന്നിൽ മറ്റൊരു സീറ്റ് കൂടെ ബാക്കിയുണ്ട്. അവിടെ ഇരിക്കുന്നത് നമ്മുടെ സാമാണ്. 3 പേരെ കൊന്ന സാമില്ലായിരുന്നോ, അവനാണ് ഇരിക്കുന്നത്. സോളാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചാണ് അവിടെ ഇരിക്കുക. അങ്ങനെ ജയിലിലെത്തി അവരുടെ മുടിയെല്ലാം വെട്ടി വസ്ത്രങ്ങളെല്ലാം മാറ്റിച്ച് സെല്ലിലേക്ക് തിരിക്കാനായി ഇരിക്കുന്ന നേരം അവന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നത് ആ വെള്ളമുടിയനാണ്. ബസ്സിൽ നിന്ന് ചാടി കയറി അവന്റെ സീറ്റിൽ ഇരുന്ന പയ്യനില്ലായിരുന്നോ, അവനാണ്. അവന്റെ മുടിയെല്ലാം വെട്ടി ഇപ്പൊ വെള്ളമുടിയെല്ലാം കുറച്ച് പോയിട്ടുണ്ട്. സോളിനോട് നീ എന്ത് കേസിലാണ് ഇങ്ങോട്ട് വന്നേ ചോദിക്കുന്ന നേരം അവൻ അവന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞെടുക്കും. അതിനവൻ പറയും, വെള്ളമുടി പറയും, എന്നാൽ പിന്നെ നമ്മൾ രണ്ടുപേരും ഒരുപോലെ, ഞാനും ഇതേപോലെ തന്നെ ഒരു കൊലപാതക ശ്രമത്തിന്റെ പേരിലാണ് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും അവരെ രണ്ടുപേരെയും ഒരേ സെല്ലിലാണ് കൊണ്ടു ചെന്നിടുന്നത്. ആ സെല്ലിലാണെങ്കിൽ അവരെക്കാളും മുന്നേ ഉണ്ടായിരുന്ന കുറച്ച് പേരുണ്ട്. അതിലുണ്ടായിരുന്ന തല 2 പേരോടും നിങ്ങൾ എന്ത് കേസിന്റെ പേരിലാണ് ഇങ്ങോട്ട് വന്നേ ചോദിക്കും. നമ്മുടെ പയ്യൻ അവന്റെ കാര്യം പറഞ്ഞെടുക്കും. എന്നാൽ വെള്ളമുടിയൻ അന്നേരം പറയുന്നത് ഞാൻ മോഷ്ടിക്കാൻ ശ്രമിച്ചു, അതിന്റെ പേരിലാണ് ഇവിടെ എത്തിയെന്നാണ്. ശരിക്കും അവൻ കൊലപാതക ശ്രമത്തിന്റെ പേരിലൊന്നും അല്ല, അവൻ എന്തോന്ന് കട്ടു, അതിന്റെ പേരിലാണ് അവൻ ഇവിടെ എത്തിയിട്ടുള്ളത്. തല കൂടെ ഉണ്ടായിരുന്നവരോടൊക്കെ പറയും, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചോ, കട്ട് കൊണ്ടുപോകാൻ ഒരുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവനെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോ, മൂർച്ചയുള്ളതെല്ലാം മാറ്റി വെക്കുക, പറയാൻ പറ്റില്ല, രാത്രി എങ്ങാനും വന്ന് ഇവൻ കുത്തിക്കൊന്ന പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ല. എന്നാൽ കൂടെ തന്നെ തല പറയും, ഈ സെല്ലിൽ ശരിക്കുള്ള തല ഞാനല്ല, ഒരാൾ കൂടി ഇങ്ങോട്ട് വരാനുണ്ട്, ജൂഡോ എന്നാണ് അവന്റെ പേര്, അവൻ വലിയ ജൂഡോ കളിക്കാരനാ. ഈ ജൂഡോ എന്ന മനുഷ്യൻ ഈ സെല്ലിലായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സെല്ലിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഈ ടീമിനോട് മുട്ടാനായി പേടിയാണ്. അതുകൊണ്ട് വേറെ ഒരു ടീം തലയുടെ ടീമിലുണ്ടായിരുന്ന ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുത്തനെ പിടിച്ചങ്ങ് അടിച്ചു. എന്നാൽ അത് ചോദ്യം ചെയ്യാൻ ജൂഡോ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ ശരിക്കത് ജൂഡോക്കുണ്ടായിരുന്ന ഒരു ട്രാപ്പായിരുന്നു. എന്നാൽ അതിലുണ്ടായിരുന്ന ഒരുത്തൻ, അവന്റെ പേരാണ് ആ മുന്നിൽ നിൽക്കുന്ന അവനില്ലേ, അവൻ ആള് ചെറുതാണെങ്കിലും അവന്റെ കണ്ണും ചെറുതാണ്. അതുകൊണ്ട് അവന്റെ പേര് ഉണ്ണിക്കുട്ടൻ എന്നാ. ഉണ്ണിക്കുട്ടൻ പെട്ടെന്ന് തന്നെ അടി കൊണ്ട പോലെ താഴേക്ക് വീഴും. തൊട്ട് പിന്നീട് അവരുടെ ടീമിലുള്ള ഒരുത്തൻ പോലീസുകാരെയായിട്ട് ഓടി വരുന്ന നേരം പോലീസുകാരൻ വിചാരിക്കുക ജൂഡോ അടിച്ചിട്ടാണ് ഉണ്ണിക്കുട്ടൻ താഴെ വീണെന്നാണ്. അങ്ങനെ ജൂഡോയെ പിടിച്ച് ചെറിയ സെല്ലിലേക്ക് മാറ്റി. ആ സെല്ലിൽ ഒരാൾക്ക് നിൽക്കാൻ മാത്രമേ സ്ഥലം ഉണ്ടായിരിക്കും. ഇവിടെ തല പറയും, ഇനി ജൂഡോ വരുന്നവരെ ഈ സെല്ലിലെ തല ഞാനായിരിക്കും, എന്നെ അടിച്ചു തോൽപ്പിക്കാൻ നിങ്ങൾക്ക് 2 പേർക്കും എന്തെങ്കിലും വിചാരമുണ്ടോ? എന്നാൽ അവർ 2 പേരും ഇല്ലാന്ന് പറയുന്ന നേരം എന്നാ പിന്നെ തല താത്തടാ, ഞാനാ നിങ്ങളുടെ തല എന്ന് പറയും. അത് കഴിഞ്ഞാൽ തല പിന്നെ ജയിലിൽ ഉണ്ടായിരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും അവർക്ക് 2 പേർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. ഫുട്ബോൾ കളിക്കുന്ന ഒരുത്തനെ കാണിച്ചു കൊടുത്ത് പറയും, അവനാണ് ഇവിടുത്തെ ആശാരി പണിയുടെ ക്യാപ്റ്റൻ, അവന്റെ ശരീരം കണ്ടില്ലേ, അവനോട് ആരും മുട്ടാനായി പോവില്ല. പിന്നെ അത് അവിടെ ഒരു ചെറിയൊരുത്തനെ കണ്ടില്ലേ, അവന്റെ പേരാണ് ഉണ്ണി, അവന്റെ സൈസ് കണ്ട് അവനോട് മുട്ടാനായിട്ട് വലിയ വലിയ മനുഷ്യന്മാർ അവന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിലും അവന്മാരുടെ എല്ലാം തല അവൻ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ജയിലിൽ അടിക്കാനും പിടിക്കാനും അറിയാത്തവര് മിണ്ടാതെ ഒതുങ്ങി ജീവിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇവന്മാർക്കൊന്നും നമ്മുടെ ക്യാപ്റ്റൻ ജൂഡോയോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങേരിപ്പം നമ്മുടെ കൂടെ ഇല്ല, അതാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് മാറുന്നത്. പിന്നെ ഈ ജയിലിലെ യഥാർത്ഥ തല ഈ കാണുന്നവന്മാരും നമ്മുടെ ജൂഡോയും ഒന്നുമല്ല, അത് ശരിക്കും സാമാണ്. സാമിനെ കുറിച്ച് അറിയില്ലേ, സ്വന്തം അമ്മയെയും പെങ്ങളെയും കൊന്ന 3 പേരെ അടിച്ചു കൊന്നവനവൻ, അവനാണ് ശരിക്കും ഈ ജയിലിലെ തല. സാമിനെ തല്ലാനായി ഈ ജയിലിലെ ക്യാപ്റ്റന്മാരെല്ലാവരും കൂടി ഒരു ടീമിട്ട് ചെന്നാലും സാം അവന്മാരുടെ എല്ലാം ചന്തി അടിച്ചു പൊട്ടിക്കും. അതുകൊണ്ട് അവന്മാർ അപ്പണിക്ക് നിൽക്കില്ല. എന്നാൽ ഈ സമയമാണ് ഫുട്ബോൾ കളിക്കുന്നതിൽ ഉണ്ണിക്കുട്ടന്റെ ടീമിൽ ഒരുത്തന് പരിക്ക് പറ്റുന്നത്. എന്നാൽ അതിന് പകരമായിട്ട് അവർക്ക് ആരെങ്കിലും ഒരാൾ വേണം. അത് കാണുമ്പോൾ തന്നെ സോളിന്റെ അടുത്തുണ്ടായിരുന്ന ആളുകൾ എല്ലാവരും പിന്നിലേക്ക് മാറി നിൽക്കും. അതാണെങ്കിൽ അവൻ കണ്ടില്ല. എന്നാൽ ഉണ്ണിക്കുട്ടൻ നോക്കുന്ന നേരം സോളിനെയാണ് കാണുന്നത്. എടാ നീ ഇങ്ങോട്ട് വാടാ, ഞങ്ങൾ ടീമിൽ ഒരാളുടെ കുറവുണ്ട്, നീ ഒന്ന് കളിച്ചു തരണമെന്ന് പറയും. വേറെ ഒരു വഴിയില്ലാതെ അവൻ കളിക്കാൻ ചെല്ലും. എന്നാൽ ഫുട്ബോൾ പോയിട്ട് ഒരു പന്ത് പോലും എറിയാൻ അറിയാത്ത സോളാണെങ്കിൽ ആ ഗ്രൗണ്ടിൽ ചെന്ന് കളിക്കാനൊന്നും പറ്റാതെ ഇരിക്കുകയാണ്. അന്നേരമാണ് ആശാരിമാരുടെ ക്യാപ്റ്റൻ അങ്ങോട്ട് പന്തുമായിട്ട് വരുന്നത്. അത് കാണുന്ന ഉണ്ണിക്കുട്ടൻ കയറി അതിൽ ഇടപെടും. എന്നാൽ പന്ത് അവരുടെ അടുത്ത് നിന്നെല്ലാം മാറി നിൽക്കുന്നുണ്ടെങ്കിലും അവർ 2 പേരും പൊരിഞ്ഞ അടിയാണ്. ഉണ്ണിക്കുട്ടൻ സോളിനോട് നീ ആ പന്ത് വെച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യടാന്ന് പറയുമ്പോൾ അവൻ ആഞ്ഞടിക്കാൻ നോക്കും. എന്നാൽ ആ അടി കൊള്ളുന്നത് ആ ക്യാപ്റ്റന്റെ കേന്ദ്രത്തിലാ. അങ്ങേര് വേദന കൊണ്ട് പൊളയുന്ന നേരം ഉണ്ണിക്കുട്ടൻ പറയും, നീ എന്റെ ടീമിനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും? എന്നിട്ട് സോളിനോട് പറയും, മോനെ നീ വലിയൊരു പ്രശ്നത്തിലാണല്ലോ വന്ന് പെട്ടിരിക്കുന്നത്, എന്തായാലും നീ തന്നെ അത് ഡീൽ ചെയ്യുന്നു പറഞ്ഞ് അവൻ പോകും. കുറച്ച് കഴിയുമ്പോഴേക്ക് ക്യാപ്റ്റന്റെ ടീമുകൾ എല്ലാവരും കൂടെ സോളിനെ പിടിച്ച് പഞ്ഞിക്കിടാൻ കൊണ്ടുപോവാണ്. അവനാണെങ്കിൽ എന്നെ വിടണേ എന്ന് പറഞ്ഞ് ആർത്ത് വിളിക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം അവന്റെ മനസ്സിലേക്ക് എത്തുന്നത് ആ ബോക്സർ പയ്യൻ അവനെ ഇടിക്കുന്ന ഈ അടി കൊള്ളുന്നൊരവസ്ഥ അവൻ ഇന്നോ ഇന്നലെ ഒന്നും സംഭവിച്ചല്ലോ. അങ്ങനെ അവരെ കൊണ്ടുപോകുന്ന നേരം പെട്ടെന്നാണ് അതുവഴി സാമു വരുന്നത്. അവനെ കാണുമ്പോൾ തന്നെ സോളിനെ അവർ കൂട്ടുകാരനെ പോലെ താഴെ വെച്ച് തോളിൽ കൈയിട്ട് അങ്ങനെ കൊണ്ടുപോകും. എന്നാൽ സോളിന് മനസ്സിലായി അവനാണ് ഈ ജയിലിലെ തല. കിട്ടിയ ഗ്യാപ്പ് നോക്കി സോൾ അവരുടെ കയ്യിൽ നിന്നെല്ലാം തട്ടിത്തെറിപ്പിച്ച് സാമിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അവന്റെ മുന്നിലേക്ക് ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ചു വീണ് പറയും, എന്നെ രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. സാം പിന്നിലേക്ക് നോക്കുന്ന നേരം ക്യാപ്റ്റനും ക്യാപ്റ്റന്റെ ആളുകളാണ് വന്നിരിക്കുന്നത്. സാമു പറയും, നിങ്ങൾ ഇവനെ വെറുതെ വിട്ടേക്ക്. അതിന് അങ്ങേര് പറയും, എനിക്ക് ഇവനോടൊന്ന് സംസാരിക്കാനേ ഉള്ളൂ, പിന്നെ ഈ കാര്യത്തിലൊന്നും നീ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. അതിന്
അതിന് സാമ്, നിങ്ങൾ ഇവനെ സംസാരിക്കാനാണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണോ? എന്നിട്ട് അവനെയും കൊണ്ട് പോകാൻ നേരം തൊട്ടു വീണെന്ന് ക്യാപ്റ്റൻ പറയും, നീ ഏതെങ്കിലും ചെളുക്ക് പിള്ളേരോട് കളിച്ച് ജയിച്ചെന്ന് വിചാരിച്ച് നീ എന്നോട് കളിക്കാൻ നിൽക്കണ്ടെന്നും പറഞ്ഞ ഒരൊറ്റ ഇടിയാണ്. എന്നാൽ സാം അതിന് മാറിക്കളയും. അവന്റെ തല പിടിച്ച് ഗ്രില്ലിലേക്ക് ഒരൊറ്റ ഇടിയാണ്. എന്നാൽ കൂടെ നിൽക്കുന്ന ടീമിന്റെ മുന്നിൽ ക്യാപ്റ്റൻ അത് ഇത്തിരി കുറച്ചിലാണല്ലോ. ഒന്നുകൂടി ഇടിക്കാൻ ചെല്ലുമ്പോഴേക്ക് സാമ് മോന്തക്കിട്ട് ഒരൊറ്റ ഇടിയാ. അതുകൂടെ കിട്ടുന്ന നേരം അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ കാണുന്നത് ജയിലിലെ ക്ലാസ് ആണ്. ഇത് 18 വയസ്സിന് താഴെയുള്ള ആളുകളെ പിടിച്ചു കൊണ്ടിടുന്ന ജയിലായതുകൊണ്ടാണ് എല്ലാവർക്കും ക്ലാസ്സെല്ലാം എടുക്കുന്നത്. അവിടെ നിന്ന് ആ ക്യാപ്റ്റൻ ആണെങ്കിൽ നമ്മുടെ സോളിനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ തൊട്ടടുത്തിരുന്ന വെള്ളമുടിയൻ സോളിനോട് പറയും, അവൻ നിന്നെ നോക്കിയിരിക്കുക, നിനക്ക് ജീവനോട് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തായാലും കാത്തിരിക്കാം, എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുക. കുറച്ച് കഴിയും നേരം ഒരു പോലീസുകാരൻ വന്ന് സോളിനെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോകും. അവനെ കാണാനായി ആരോ വന്നിട്ടുണ്ട്. ചെന്ന് നോക്കുമ്പോഴാണ് കാണുക, ആ ബോക്സർ പയ്യനാണ് വന്നിരിക്കുന്നത്. അവന്റെ കണ്ണൊന്നും ഇപ്പൊ തീരെ കാണുന്നില്ല. കണ്ണിൽ ബാൻഡേജ് എല്ലാം ഒട്ടിച്ച് അവൻ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ സോൾ ആകെ പേടിക്കും. അവൻ അവിടെ ഉണ്ടായിരുന്ന ഫോൺ എടുത്ത് പറയും, ഞാനിപ്പോൾ ബോക്സിംഗും സ്കൂളും എല്ലാം നിർത്തി, ഇതിനെല്ലാം നീ ഒറ്റ ഒരുത്തനാണ് കാരണം. ഇത് കേൾക്കുമ്പോൾ തന്നെ സോള് പറയും, സോറി, എന്നോട് ക്ഷമിക്ക്, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ബോക്സർ പറയും, നീ അറിയാതെ ചെയ്തു പോയതാണോ? എന്റെ ഉള്ളിലിപ്പോ നിന്നോട് എങ്ങനെ പ്രതികാരം ചെയ്യാമെന്നത് മാത്രമാണ്. നീ എന്തായാലും ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ലേ, അന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം യഥാർത്ഥ നരകം എന്താന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ സോള്, സോറി സോറി സോറി, എന്നോട് ക്ഷമിക്ക് പ്ലീസ് പ്ലീസ് എന്ന് പറയുമ്പോൾ അവനതൊന്നും മെയിൻ ചെയ്യുന്ന പോലുമില്ല. സോൾ എത്രയൊക്കെ മാപ്പ് പറഞ്ഞാലും ബോക്സർ അത് ശ്രദ്ധിക്കുക പോലുമില്ല. കുറച്ചു കഴിഞ്ഞ് വീണ്ടും അവൻ ക്ലാസ്സിൽ വന്നിരിക്കുന്ന നേരം ക്യാപ്റ്റൻ അവന്റെ അടുത്തേക്ക് ചെന്ന് പറയും, എടാ നിന്റെ കയ്യും കാലൊക്കെ പൊങ്ങുമല്ലേ, അതെല്ലാം ഞാൻ നിനക്ക് കാണിച്ചുതരാം. എന്നാൽ അപ്പോഴാണ് ക്ലാസ്സിലേക്ക് സാറ് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ അവനെ കൂടുതൽ ഉപദ്രവിക്കാനോ ഞെട്ടിക്കാനോ ഒന്നും നിൽക്കില്ല. എന്നാൽ സാറ് പറയും ആ ജനലൊന്ന് തുറക്കാൻ. എന്നാൽ ആ ജനൽ തുറക്കാൻ ചെല്ലുന്നത് നമ്മുടെ സോളാണ്. അങ്ങനെ ഡോറ് തുറക്കുന്ന സോള് പുറത്തേക്ക് നോക്കുന്ന നേരം അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സാമിനെയാണ് കാണുക. അവൻ അപ്പം തന്നെ സാമിന്റെ അടുത്ത് എത്തിയേ പറ്റൂ എന്ന അവസ്ഥയിലായി. അങ്ങനെ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ സാമിനെ കാണാനായി ചെന്നു. സാമിനോട് രക്ഷിച്ചതിന് നന്ദിയെല്ലാം പറയുന്ന നേരം സാമു പറയും, ഇനി നീ പേടിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ദിവസത്തേക്ക് നീ എന്തായാലും സേഫാണ്. അങ്ങനെ അവൻ തിരിച്ചു വന്ന് പിറ്റേന്ന് ഇതേ സമയമാവുന്ന നേരം സാമിനെ വീണ്ടും കാണാനായി ചെല്ലും. എന്നാൽ ആ സമയത്ത് സാം അവനെ മെയിൻഡ് പോലും ചെയ്യില്ല. സാമിനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന് സോളിന് വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ അവൻ വായ പോലും തുറക്കുന്നില്ല. അവൻ ഇതുപോലെ സംസാരിച്ചൊന്നും ശീലമല്ലല്ലോ. എന്നാൽ ഈ സമയം ക്യാപ്റ്റനും അങ്ങേരുടെ പടകളും അവൻ നിൽക്കുന്ന അവിടെ കാണുന്നുണ്ട്. ക്യാപ്റ്റനാണ് സോളിന് എപ്പോഴേലും ഒന്ന് പുറത്തേക്ക് ഒറ്റയ്ക്ക് കിട്ടാനായി കാത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങേരുടെ പ്രതികാരം ചെയ്ത് തീർക്കാൻ പറ്റൂ. എന്നാൽ ഏത് സമയത്തും ഇപ്പൊ സാമിന്റെ അടുത്താണ് സോൾ നിൽക്കുന്നത്. അങ്ങനെ അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സോളിന്റെ ഉള്ളിലേക്ക് ബോക്സർ പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വരുന്നത്. നീ ഇവിടുന്ന് പുറത്തിറങ്ങ്, അപ്പൊ ഞാൻ നിനക്ക് കാണിച്ചു തരാം യഥാർത്ഥ നരകം എന്താന്ന്. ആ ഒരു വാക്ക് ഓർമ്മ വരുന്ന നേരം അവൻ പിറ്റേന്ന് അതേ സമയമാവുന്ന നേരം വീണ്ടും സാമിനെ കാണാനായി ചെല്ലും. കൂടെ തന്നെ കയ്യിൽ ജയിലിൽ നിന്ന് കിട്ടിയ ഒരു ഫ്രൂട്ട് കൂടെയുണ്ട്. എന്നാൽ സാം അവനോടൊന്നും ചോദിക്കാതിരിക്കുന്ന കാണുന്ന നേരം സോളാണെങ്കിൽ അവന്റെ തൊട്ട് പിന്നാലെ ഓടാൻ തുടങ്ങും. കാര്യം എന്താ മനസ്സിലാവാത്ത സാം അവനോട് ചോദിക്കും, അവർ വീണ്ടും നിന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയോ? എന്നാൽ അവനാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. നിനക്കൊന്നും സംസാരിക്കാനില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്, നിനക്കിപ്പോ തന്നെ തിരിച്ചു പോകാന്ന് പറഞ്ഞ് അവൻ വീണ്ടും പോകാൻ നിൽക്കുന്ന നേരം തൊട്ട് പിന്നീന്ന് സോള് പറയും, ചേട്ടാ നിങ്ങൾ എനിക്ക് ഇതെല്ലാം പഠിപ്പിച്ചു തരുമോ? അവൻ ഈ ഫൈറ്റ് എല്ലാം പഠിപ്പിച്ചു തരുമോ എന്നാണ് സാമിനോട് ചോദിക്കുന്നത്. നമ്മുടെ ആൾ ചോദിക്കും, എന്നിട്ട് നിനക്ക് ആരെങ്കിലും പോയി കൊല്ലാനാണോ? നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയിക്കോന്നും പറഞ്ഞ് സാമ് വീണ്ടും ഓടുന്ന നേരം തൊട്ട് പിന്നാലെ വീണ്ടും സോള് ഓടും. അവൻ ഓടിക്കൊണ്ട് തന്നെ പറയും, ചേട്ടാ ഞാൻ എപ്പോഴും ഓട്ടം തന്നെയാണ്, എനിക്ക് ജീവിക്കണം, എനിക്ക് തല്ലുകൊള്ളാനോ മരിക്കാനോ ഒന്നിനും ഇഷ്ടമല്ല, പക്ഷെ ഞാൻ അതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെയൊന്ന് ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ടാണോ, ഇനി ഞാൻ ദുർബലനായതുകൊണ്ടാണോ? പക്ഷെ ഇനി എനിക്ക് അങ്ങനെ ഓടണ്ട, എനിക്ക് ഇനി അങ്ങനെ ഓടി ഒളിക്കണ്ടെന്ന് പറഞ്ഞ് പിന്നാലെ ഓടിച്ചെല്ലും. ഇത് കേട്ട് സാം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന നേരം അവൻ ചോദിക്കും, ചേട്ടാ നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? പെട്ടെന്നാണ് നമ്മുടെ ആൾ തിരിച്ചു ഒതുക്കുക. ഈ ഗ്രൗണ്ടിൽ കൂടെ 100 റൗണ്ട് ഓടാനായിട്ട് എനിക്ക് വെറും 30 മിനിറ്റ് മതി. എന്നാൽ നീ അത് 40 മിനിറ്റ് കൊണ്ട് തീർക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഇതെല്ലാം പഠിപ്പിച്ചുതരാം. എന്നാൽ ഇതുപോലൊരു ചോദ്യം സോള് വിചാരിച്ചിട്ട് പോലുമില്ല. പക്ഷെ അവൻ എങ്ങനെയെങ്കിലും ഇത് നിറവേറ്റിയേ പറ്റൂ. എന്നാൽ അവൻ ഇനിയും നല്ലപോലെ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് അവൻ ഓടാനായിട്ട് റെഡിയായി. ഓടുന്ന നേരം സോളിന് ഇതൊന്നും അറിയാത്തോണ്ട് തന്നെ അവന് നല്ലപോലെ ഓടാൻ പറ്റില്ല. അവന്റെ ആക്ഷൻ പോലും കറക്റ്റ് അല്ല. ഈ സമയത്താണെങ്കിൽ സാമ് 2-3 റൗണ്ട് അവനേക്കാളും മുന്നേ ഓടി കഴിയുന്നുണ്ട്. നമ്മുടെ പയ്യൻ ഏകദേശം 30 റൗണ്ട് ഓടുമ്പോഴേക്ക് ആകെ കൂടെ വല്ലാത്ത അവസ്ഥയിലെത്തും. എന്നാലും അവൻ എങ്ങനെയും ഓടി തീർത്തേ പറ്റൂ ഈ 100 റൗണ്ട്. അങ്ങനെ 50 റൗണ്ട് ആവുന്ന നേരം അവനെ കൊണ്ടാവുന്നില്ല. ഈ സമയത്താണ് അവന്റെ മനസ്സിലേക്ക് എത്തുക, പണ്ട് ബോക്സർ പയ്യൻ അവൻ ഒരു ആവശ്യമില്ലാതെ അടിച്ചപ്പോൾ അവൻ ടീച്ചറോട് കാര്യം പറയാനായി ചെന്നു. എന്നാൽ അതിന്റെ അടുക്ക് ബോക്സർ പയ്യനും കൂടെ കയറി വന്ന് ടീച്ചറോട് പറഞ്ഞു, അവൻ ഓടിക്കളിക്കുന്ന നേരം താഴെ വീണു പോയതാണ്, ഞങ്ങളത് സോൾവ് ചെയ്തോളാന്ന്. ആ സമയത്താണെങ്കിൽ അവന് ടീച്ചറോടൊന്നും പറയാനും പറ്റിയില്ല. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന ബോക്സർ പയ്യൻ അവനൊരു റൂമിലിട്ട് ഒറ്റയ്ക്ക് അടിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഓർക്കുന്ന നേരം സോൾ വീണ്ടും ഓട്ടാണ്. അങ്ങനെ 71 റൗണ്ട് ആയപ്പോഴേക്ക് അവന്റെ ഓട്ടം കണ്ടാൽ മനസ്സിലാകും അവനെ കൊണ്ട് തീരെ പറ്റാതെയാണ് അവൻ ഓടുന്നത്. ഇത് കാണുന്ന സാമു അറിയും, എടാ നിനക്ക് പറ്റുന്നില്ല, നീ നിർത്ത്. എന്നാൽ ഇതൊന്നും കേട്ടിട്ടും സോൾ നിൽക്കുന്ന ലക്ഷണമല്ല, അവൻ പിന്നെ ഓടുക. ഈ സമയം അവന്റെ മനസ്സിലേക്ക് മറ്റൊരു കാര്യം കൂടെ ഓർമ്മ വരും. ക്ലാസ്സിൽ വെച്ച് തന്നെ ബോക്സർ പയ്യൻ അവന്റെ കഴുത്തിനിട്ട് ഒരു തവണ പിടിച്ചിട്ടുണ്ട്. ആ പിടിയുടെ പവർ കൂടിക്കൂടി വന്നപ്പോൾ കഴുത്ത് ഇറുകി വന്നപ്പോൾ അവൻ അറിയാതെ മൂത്രം ഒഴിച്ചു പോയി. ആ സമയത്തെങ്കിലും ബോക്സർ പയ്യൻ അവനെ വെറുതെ വിടുമെന്ന് വിചാരിച്ചെങ്കിലും അവൻ അവന്റെ മുഖം, സോളിന്റെ മുഖം പിടിച്ച ആ മൂത്രത്തിലേക്ക് കിടത്തി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒട്ടും ഓടാൻ പറ്റില്ല എന്ന് വിചാരിച്ച സോളിന്റെ ഉള്ളിലേക്ക് എന്തോ ഒരു പവർ വരും. അവൻ വീണ്ടും ഓടും. അങ്ങനെ
അങ്ങനെ 90 റൗണ്ട് ഓടി. അവസാനം 100ാമത്തെ റൗണ്ട് ഓടുന്നേരം അവനാകെ കൂടെ കുഴഞ്ഞു താഴെ വീഴും. ഇതെല്ലാം കൂടെ ഇങ്ങനെ ആവുമെന്ന് സാം ഒരിക്കലും വിചാരിച്ചില്ല. അവന് 100 റൗണ്ട് ഓടാൻ പറ്റില്ലെങ്കിൽ അവൻ തിരിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് സാം ഇങ്ങനെയെല്ലാം സംസാരിച്ചേ. എന്നാൽ അവനിപ്പോൾ 100 റൗണ്ട് ഓടി. അങ്ങനെ അന്ന് രാത്രി നമ്മൾ കാണുന്നത് സാമിനെ അടച്ചിട്ട സെല്ലാണ്. ആ സെല്ലിൽ സാമു മാത്രമാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അവന്റെ കയ്യിലാണെങ്കിൽ അവന്റെ കുടുംബത്തിന്റെ ഒരു ഫോട്ടോ കൂടിയുണ്ട്. പിറ്റേന്ന് രാവിലെ ജയിൽ വാർഡൻ അവന്റെ റൂമിലേക്ക് വിളിച്ച് പ്രത്യേകമായിട്ട് അവന് ഭക്ഷണമെല്ലാം ഒരുക്കി കൊടുക്കും. അങ്ങേര് എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആളൊരു വേൾഡ് ചാമ്പ്യനാണ്. മാത്രമല്ല അവൻ 3 ആളുകളെ കൊന്നിട്ടുണ്ടെങ്കിലും അവന്റെ കുടുംബത്തിന് വേണ്ടിയാണ് അതെല്ലാം ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങേര് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. കൂടെ തന്നെ അവനോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്തുതരാം. എന്നാൽ അവൻ ഒരൊറ്റ കാര്യം മാത്രം വാർഡനോട് ചോദിക്കും. എന്നാൽ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം സോളിനെ അവന്റെ റൂമിലേക്ക് മാറ്റുമോ എന്നാണ്. സാമിന്റെ റൂമിലേക്ക് സോളിനെ കൊണ്ടുവരുമോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് സോളിനെ സാമിന്റെ റൂമിലേക്ക് കൊണ്ടുവരുന്നതാണ്. അങ്ങനെ അവൻ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ സാം അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. സോളിനെ കാണുമ്പോൾ തന്നെ പറയും, നിനക്ക് പുഷപ്പ് ചെയ്യാൻ അറിയോ? ആ, എനിക്ക് കുറച്ചൊക്കെ അറിയാമെന്ന് പറയുന്ന നേരം എന്നാൽ ഇപ്പം തന്നെ ചെയ്യാൻ പറയും. അങ്ങനെ അവൻ അപ്പം തന്നെ പുഷപ്പ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവന്റെ പുഷപ്പ് ഒന്നും പ്രോപ്പർ അല്ല. കാറ്റാടി മരത്തിന്റെ പങ്കെല്ലാം കറങ്ങുന്ന പോലെയാണ് അവന്റെ തല കിടന്ന് കറങ്ങുന്നത്. ഇത് കാണുന്ന സാമിനൊരു കാര്യം മനസ്സിലായി, അവന് തീരെ ഒന്നും അറിയില്ലാന്ന്. ഇതേ സമയം ക്യാപ്റ്റൻ ആണെങ്കിൽ ഇവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അങ്ങേരാണെങ്കിൽ സാമിന്റെ അടുത്ത് നിന്ന് സോളിനെ കിട്ടാത്തതിന്റെ ദേഷ്യത്തിൽ ആകെ കൂടെ ടെൻഷൻ അടിച്ചിരിക്കുക. അന്ന് രാത്രിയാവുന്ന നേരം സാമു പയ്യനോട് പറയും, നിനക്ക് പുള്ളപ്പ് എടുക്കാൻ അറിയെങ്കിൽ നീ ഇപ്പം തന്നെ എടുക്കുന്നു. അങ്ങനെ അവൻ പുള്ളപ്പ് എടുക്കാനായിട്ട് തൂങ്ങുന്നുണ്ടെങ്കിലും അവൻ ഒന്നുപോലും എടുക്കാൻ പറ്റില്ല. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി പിടിച്ച് മുക്കിയെല്ലാം നോക്കിയിട്ട് പറയും, എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല, ഞാൻ കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന്. അതിന് സാമു പറയും, ഓ ആയിക്കോട്ടെ, നീ നിന്റെ സെല്ലിൽ തന്നെ പോയിട്ട് റെസ്റ്റ് എടുത്തോ, ഞാനിപ്പോൾ തന്നെ പോലീസുകാരോട് നിന്നെ സെല്ല് മാറ്റാൻ പറയാം. അത് കേൾക്കുന്ന നേരം ഞാൻ ഇപ്പം തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും തൂങ്ങും. അങ്ങനെ പാടുപെട്ട് അവൻ അവസാനം ഒരൊറ്റ പുള്ളപ്പ് മാത്രമേ ചെയ്യും. അത് കാണുന്ന സാമു അവനോട് ചോദിക്കും, ഇപ്പൊ കണ്ടില്ലേ നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, ഈ ബോഡിയും വെച്ച് നീ എങ്ങനെയാടാ 100 റൗണ്ടൊക്കെ അവിടെ കിടന്ന് ഓടിയത്? അങ്ങനെ അടുത്ത ദിവസം മുതൽ അവനെ പഞ്ചിങ് ആണ് പഠിപ്പിക്കുന്നത്. കൂടെ തന്നെ അവന് കഴിക്കാനായിട്ടുള്ള ഭക്ഷണത്തിന്റെ അളവ് കുറച്ചുകൂടെ കൂട്ടും. അതായത് സാമു കഴിക്കേണ്ട ഭക്ഷണം കൂടിയാണ് സോളിന് കൊടുക്കുന്നത്. ട്രെയിനിങ് ആണ് എല്ലാ തരത്തിലും അവനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അവന്റെ കാലിന് പവർ കിട്ടാൻ, കൈക്ക് പവർ കിട്ടാൻ, വയറിന് പവർ കിട്ടാൻ. എന്തായാലും പിന്നെ അവന്റെ പുഷപ്പും പുള്ളപ്പും എല്ലാം പ്രോപ്പറായി വരാൻ തുടങ്ങും. അവന്റെ കൈക്ക് കുറച്ചുകൂടെ ബലം കിട്ടാനായി കയ്യിൽ റബ്ബർ കെട്ടിവെച്ചാണ് അവൻ പഞ്ചിങ് പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം അവൻ 1000 എണ്ണം ചെയ്യണം. എന്നാൽ അതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ പിന്നെയും ആദ്യം മുതൽ തന്നെ തുടങ്ങണം. ഇതേ സമയം ബോക്സർ പയ്യനാണെങ്കിൽ അവന്റെ ജീവിതമെല്ലാം മടുത്ത് അവൻ റോട്ടിൽ കൂടെ തെണ്ടി അങ്ങനെ നടക്കുകയാണ്. ഈ സമയത്താണ് അവന്റെ മുന്നിലേക്ക് ഒരു കാർ വരുന്നത്. എന്നാൽ ആ കാറിന് ഒരു സൈഡ് പോലും അവൻ കൊടുക്കുന്നില്ല. ആ കാറിലുണ്ടായിരുന്നവര് അവന്റെ അമ്മക്കും അമ്മൂമ്മക്കും എല്ലാം വിളിച്ചാണ് അവനെ സൈഡിലേക്ക് മാറ്റുക. അങ്ങനെ അവർ കാർ ഓടിച്ച് കുറച്ച് മുന്നിലേക്ക് കൊണ്ടുപോയി നിർത്തും. എന്നാൽ പെട്ടെന്നാണ് തൊട്ട് പിന്നീന്ന് ബോക്സർ ഓടി വന്ന് കാറിന്റെ സൈഡ് മിററിന് ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്നത്. അവര് രണ്ടുപേരും കൂടെ ദേഷ്യത്തില് നീ ആരാണ്ടോന്ന് ചോദിച്ച് പുറത്തേക്ക് ഇറങ്ങും. ഈ കാറിലുണ്ടായിരുന്ന രണ്ടുപേര് ശരിക്കും അവരുടെ ബോസിനെ കൊണ്ടുപോകാനാണ് ഇങ്ങോട്ട് വന്നിരുന്നത്. എന്നാൽ ബോസ് ആണെങ്കിൽ അവരെ കാണാതെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നേരം കാണുന്നത് ആ ബോക്സർ പയ്യൻ രണ്ടുപേരെയും പഞ്ഞിക്കിടുന്ന. അത് കാണുന്ന അങ്ങേർക്ക് അവനങ്ങ് പിരുത്ത് ഇഷ്ടമായിപ്പോയി. അവന്റെ അടുത്ത് ചെന്ന്, നിനക്കൊരു കണ്ണ് കാണില്ല അല്ലേ, നീ ഒരു ബോക്സർ ആണല്ലേ എന്ന് ചോദിക്കുന്നേരം അവൻ ചോദിക്കും, അതിന് നിനക്കെന്താടോ? ബോസ് അങ്ങേരുടെ കാർഡ് എടുത്ത് അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് പറയും, നിനക്ക് നല്ല ശക്തിയുണ്ട്, നീ എന്റെ കൂടെ കൂടിക്കോ, ഞാൻ നിന്നെ കുറച്ചുകൂടെ ശക്തനാക്കാം. എന്നാൽ അവൻ ആ കാർഡ് തന്നെ ചുളുക്കും. ഇത് കാണുന്ന ബോസ് അവനോട് പറയും, ഞാൻ 3 വരെ എണ്ണും, അതിനുള്ളിൽ നിന്റെ മുഖത്തൊരൊറ്റ അടിയാണ്. എന്നാൽ ആ അടി നീ ബ്ലോക്ക് ചെയ്താലോ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിയാലോ നിനക്ക് ഇവിടുന്ന് വെറുതെ പോകാം. 1, 2, 3 എന്ന് പറയുമ്പോൾ തന്നെ ഒരൊറ്റ അടിയാണ്. ആ അടി കാണാനോ ബ്ലോക്ക് ചെയ്യാനോ ഒഴിഞ്ഞു മാറാനോ ഒന്നിനും അവന് പറ്റിയില്ല. അവൻ താഴെ വീണു പോകും. നിനക്കൊരു കണ്ണില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നീ എനിക്കായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരാമെന്ന് പറയും. പിന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പിറ്റേന്ന് രാവിലെ സോള് ജയിലിൽ പുസ്തകം വായിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയെന്ന് പറയാൻ പറ്റില്ല. ആ സമയത്തും പ്രാക്ടീസ് ചെയ്യാണ്. ഈ സമയമാണ് അവൻ്റെ തൊട്ടടുത്തേക്ക് വെള്ളമുടി വരുന്നത്. അവൻ്റെ വെള്ളമുടിയെല്ലാം പോയി, എന്നാലും നമുക്ക് അവനെ വെള്ളമുടി എന്ന് തന്നെ വിളിക്കാം. അവനെ ശരിക്കും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ക്യാപ്റ്റൻ്റെ ആളുകളാണ്. സോളിനെ എങ്ങനെയും പുറത്തെത്തിക്കുക എന്നതാണ് അവന്റെ ഉദ്ദേശമല്ല, അവനെ കൊണ്ട് അവരെ ചെയ്യിക്കുന്നതാണ്. വെള്ളമുടി അവനോട് ചോദിക്കും, നീ എന്റെ കൂടെ പുറത്തേക്കൊന്ന് കളിക്കാൻ വരുമോ? അതിനവൻ പറയും, എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് പ്രാക്ടീസ് ഉണ്ട്. എന്നാൽ അത് കേൾക്കുന്ന വെള്ളമുടി കൂടുതലൊന്നും അവനോട് ചോദിക്കില്ല. നീ എന്തായാലും പ്രാക്ടീസ് മുടക്കണ്ട, അതെന്തായാലും നടക്കട്ടെ എന്ന് പറയും. വെള്ളമുടിക്ക് അവനെ ആരെക്കൊണ്ടെങ്കിലും ഇടിപ്പിക്കാനോ അടിക്കാനോ ഒന്നും ഇഷ്ടമല്ല. പക്ഷെ അവർ പറയുന്നോണ്ട് അവൻ അങ്ങനെ ചെയ്തു പോകുന്നതാണ്. കൂടെ തന്നെ അവൻ ഒരു കാര്യം കൂടെ പറയും, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സാമ് ഈ ജയിലിൽ നിന്നും അഡൾട്ട് ജയിലിലേക്ക് മാറും. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ അവൻ ഇവിടെ കാണും. അതറിയുന്നതോടുകൂടെ സോളിന് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഇടയിലൊന്നും ശ്രദ്ധ തീരെ കിട്ടില്ല. അത് കാണുന്ന സാമു ചോദിക്കും, നീ എന്താടാ, നിന്റെ ശ്രദ്ധയൊന്നും ഇവിടെയല്ലല്ലോ കിട്ടുന്നത്, നീ വേറെ എവിടെയാണുള്ളത്? അത് കേൾക്കുന്ന നേരം സോള് ചോദിക്കും, നിങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണോ? സാമു കുറച്ചേരം ഒന്ന് ചിന്തിച്ചിരുന്ന് പറയും, എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ സമയമാകുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകും. നീ എന്താ വിചാരിച്ചേ, നിന്റെ കൂടെ എപ്പോഴും ജീവിതകാലം മുഴുവനും ഞാൻ ഉണ്ടാകുന്നോ?
എന്തായാലും ഇനി സമയം തീരെ കളയണ്ട, പോയി പ്രാക്ടീസ് ചെയ്യാൻ പറയും. ഈ സമയം നമ്മുടെ വെള്ളമുടിയുണ്ട് പുറത്ത് വന്ന് സോളിനെ അങ്ങനെ നോക്കി നിൽക്കുന്നു. എന്നാൽ അവനെ കൂടുതലൊന്നും വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോഴേക്ക് രണ്ടുപേരും വന്ന് അവനെ പിടിച്ചു കൊണ്ടുപോകും. അവർ രണ്ടുപേരും കൂടെ അവനെ പറഞ്ഞ പണി എടുക്കാത്തതിന്റെ ദേഷ്യത്തിൽ ചീത്ത പറയാണ്. അവനോട് പറഞ്ഞാണല്ലോ സോളിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, എന്നാൽ ഇതുവരെ അവനെ കൊണ്ട് പറ്റിയിട്ടില്ല. അതിനവൻ പറയും, ഞാൻ അവനോട് ഒരു 80 തവണയോളം ചോദിച്ചാണ് നീ എന്റെ കൂടെ വരുമോ എന്ന്, എന്നാൽ അവൻ വരുന്നേ ഇല്ല, ഞാൻ എന്ത് ചെയ്യാനാ? അതിന്റെ ദേഷ്യത്തിൽ അവർ രണ്ടുപേരും കൂടെ അവന്റെ വയറ്റിനിട്ടും തലക്കിട്ടും എല്ലാം അടിച്ചവനെ താഴെയിടും. ഈ സമയമാണ് നമ്മുടെ സോൾ അങ്ങോട്ട് ഓടി വരിക. ഞാൻ ഇവനെ കൊണ്ടുപോകാന്ന് പറയുന്ന നേരം അതിൽ മൂത്തവൻ ഒരൊറ്റ ഇടിയാണ് സോളിനെ. എന്നാൽ അവൻ അപ്പോഴേ കൊഴിഞ്ഞു മാറി അവന്റെ മോന്തക്കിട്ട് ഒരൊറ്റ ഇടി. അത് കാണുന്ന നേരം കൂടെ നിൽക്കുന്നവനും മനസ്സിലായി ചെക്കൻ പഴയ ഞാഞ്ഞൂലല്ലാന്ന്. കുറച്ച് കഴിയുന്ന നേരം രണ്ടുപേര് സോള് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്ന് സാമിനോട് പറയും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് ഇവനോട് സംസാരിക്കാനുണ്ട്, ഞങ്ങളൊന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കും. എന്നാൽ സാമിന് അറിയാം കാര്യം എന്താന്ന്. എന്നാൽ നമ്മുടെ ചെറുക്കന്റെ മുഖത്തേക്ക് നോക്കുന്ന നേരം അവനും പോകാമെന്ന മട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സാം അവനോട് പോയി വരാൻ പറയും. അങ്ങനെ അവൻ നേരെ ആശാരിയുടെ മടയിലേക്കാണ് ചെല്ലുന്നത്. അവനെ കാണുമ്പോൾ തന്നെ ക്യാപ്റ്റൻ ഇവനെ ഇടിക്കാൻ മാത്രം നീ ആരാടാന്ന് ചോദിച്ച് അവന്റെ അടുത്തേക്ക് ചെല്ലുന്ന നേരം സോള് പറയും, എനിക്ക് പറ്റിപ്പോയതാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, സോറി എന്ന് പറഞ്ഞൊരു വണക്കം വെക്കും. എന്നാൽ അത് കാണുന്ന അങ്ങേരെ അവന്റെ തലക്കിട്ട് ഒരു അടി കൊടുത്ത്, എന്ത് ചെയ്ത ഓരോരോ പണികൾക്ക് സോറി പറഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞെന്നാണ് നീ വിചാരിച്ചേ? പെട്ടെന്നൊരു ഇടി വരുന്ന നേരം സോൾ ഒഴിഞ്ഞു മാറി അങ്ങേരുടെ മോന്തക്കിട്ട് ഒരു ഒറ്റ ഇടിയാണ്. എന്നാൽ അതിനുശേഷം മുതൽ അങ്ങേര് സോളിനെ പിടിച്ച് ഇടിയോടിടിയാ. ആ ശരീരത്തിന് മുന്നിൽ അവന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ല. അങ്ങേര് ഒരു 5-6 ഇടി ഇടിക്കുമ്പോഴേക്ക് അവൻ തിരിച്ചൊന്ന് കൊടുക്കും. എന്നാൽ അങ്ങേര് പിടിച്ചെറിയാണ് അവനെ. എന്നാൽ കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം സോള് അങ്ങേരുടെ തുട നോക്കിയിട്ടാണ് കാലുകൊണ്ട് കിക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങേരുടെ കാല് വേദനയാകും. എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങേര് പിരുത്ത ബോഡിയുള്ള മനുഷ്യനാ. അങ്ങനെ അടിച്ചുകൂട്ടി അവനെ താഴെ ഇടുന്ന നേരം അവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിക്കും. എന്നാൽ ആ സമയത്തും അവൻ എഴുന്നേറ്റ് വരും. അവന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല. അവൻ എന്ത് ഘട്ടത്തിലാണെങ്കിലും വീണ്ടും എഴുന്നേറ്റ് വരും. എന്നാൽ അങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് കാര്യമൊന്നുമില്ല. ക്യാപ്റ്റൻ കൊടുക്കുന്ന അടിയെല്ലാം അവനെ ഏറ്റുവാങ്ങാണ്. പെട്ടെന്നൊരു ഗ്യാപ്പ് കിട്ടുന്ന നേരം അങ്ങേരുടെ കോളർ പിടിച്ച് വലിച്ച് തലകൊണ്ട് അങ്ങേരുടെ തലക്കിട്ട് ഒരൊറ്റ ഇടിയാ. പ്രതീക്ഷിക്കാതെ വന്ന ഇടിയായതുകൊണ്ട് അങ്ങേർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കിട്ടുന്നതെല്ലാം ഏറ്റുവാങ്ങി അവസാനം താഴെ വീണ് അവന്റെ കയ്യിൽ നിന്ന് മോന്തയ്ക്കും കുറെ അടി വാങ്ങും. പെട്ടെന്നാണ് സാമു വന്ന് അവന്റെ കൈ പിടിക്കുക. എന്നാൽ ഇതേ സമയത്ത് ബോക്സർ പയ്യനാണെങ്കിൽ ആ ബോസിന്റെ കൂടെ കൂടിയിട്ട് അങ്ങേരുടെ ജോലിയെല്ലാം ക്ലീൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന്റെ ബോസിന്റെ തലയെ തന്നെ കൊല്ലാനുള്ള പരിപാടിയാണ്. ഈ ജോലി അവന്റെ ബോസ് തന്നെയാണ് അവന് കൊടുത്തത്. പറഞ്ഞ പോലെ തന്നെ അവൻ തലയുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരെയും അടിച്ചടിച്ച് കൊന്ന അവസാനം തലയെയും കണ്ടുപിടിച്ച് അങ്ങേരെയും ഇടിച്ചു കൊല്ലും. ഇത് കാണുന്ന ബോസ് പറയും, എടാ മോൻ അതെന്റെ തലയാടാ, കുറച്ച് മാന്യമായിട്ടൊക്കെ അങ്ങേരെ കൊല്ല്. ഇവിടെ സോളാണെങ്കിൽ പ്രാക്ടീസിന് മുന്നേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് വന്ന ഭക്ഷണം കുറച്ച് അധികം ഉണ്ട്. മട്ടനും ചിക്കനും അതും ഇതുമൊക്കെ ആയിട്ട് കുറച്ച് അധികം ഭക്ഷണം ഉണ്ട്. അവൻ എല്ലാം കൂടെ ആർത്തിയിൽ വാരി കഴിക്കുന്നത് കാണുന്ന സാമു പറയും, എടാ നീ കുറച്ചൊക്കെ കഴിക്കടാ, ഞാനിവിടെ ഒരുത്തനുണ്ട് കഴിക്കാൻ. അങ്ങനെ അന്നത്തെ അവരുടെ പ്രാക്ടീസ് മുഴുവനും ഫൈറ്റിംഗ് ആണ്. എന്നാൽ സാം ഒരു വേൾഡ് ചാമ്പ്യൻ ആയതുകൊണ്ട് തന്നെ സോളിന് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സാമിനെ തൊടാൻ പോലും പറ്റില്ല. സാമാണ് ഒഴിഞ്ഞു മാറി അവനിട്ട് ഓരോന്ന് കൊടുത്തോണ്ടിരിക്കുക. നീ ഒന്ന് ഫോക്കസ് ആയി നിൽക്കുന്നു പറഞ്ഞിട്ട് സോളിന് തീരെ ഫോക്കസ് ആവാൻ പറ്റുന്നില്ല. എന്നാൽ അവസാനം ഒരു ചാൻസ് കിട്ടുന്ന നേരം അവൻ ഒഴിഞ്ഞു മാറി സാമിന്റെ മുഖത്തിട്ട് ഇടിക്കാൻ വരെങ്കിലും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇത് കാണുന്ന സാം അവനോട് ചോദിക്കും, ഇത്രയും പാവമായിട്ടുള്ള നീ എങ്ങനെയാണോ ഒരുത്തൻ ഇടിക്കാൻ പോകുന്നത്? എന്തായാലും ഇന്നത്തേക്ക് ഇത് മതി, എനിക്ക് ഇനി നിന്നെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന നേരം സോള് പറയും, എനിക്ക് പഠിക്കണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അപ്പോഴാണ് സാമു പറയാ, ഞാൻ നിന്നോട് വെറുതെ പറഞ്ഞല്ലടാ, ഞാൻ ഇന്ന് ഇവിടുന്ന് പോവുകയാണ്. അങ്ങനെ അന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം സാമു പറയും, ഇതുപോലുള്ള ട്രെയിനിങ് ഒക്കെ അത്ലറ്റുകൾക്ക് വരെ വളരെ ബുദ്ധിമുട്ടാണ്, അതെല്ലാം നീ വളരെ എളുപ്പത്തിലാണ് ചെയ്തു തീർത്തേ. അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് നിനക്ക് നല്ല കഴിവുണ്ട്, നീ ഒരിക്കലും ട്രെയിനിങ് നിർത്താൻ പാടില്ല. എന്നിട്ട് പോകാൻ നേരം സോളിനോട് ചോദിക്കും, നീ ഈ സ്രാവുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ സ്രാവുകൾക്ക് നീന്താതിരുന്നാൽ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അവർ മറ്റുള്ള മീനുകളെ പോലെയല്ല, അവർ ഉറങ്ങുമ്പോൾ വരെ നീന്തിക്കൊണ്ടേയിരിക്കും. നീന്തുന്നത് എപ്പം നിർത്തുന്നോ അവരപ്പം മരിക്കും. നീ ഏകദേശം അതുപോലെയാ. അതുകൊണ്ട് നീ ഒരിക്കലും പ്രാക്ടീസ് നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞാണ് സാം അവിടുന്ന് പോവുക. എന്നാൽ ബസ്സിൽ കയറാൻ നേരം സെല്ലിലേക്ക് നോക്കുന്ന സാം കാണുന്നത് സോൾ അവിടെ പുള്ളപ്പ് ചെയ്യുന്ന. അത് കാണുന്ന സാമിന് അതിലും വലിയൊരു സന്തോഷം കിട്ടാനേ ഇല്ല. എന്നാൽ അന്നത്തെ ദിവസമാണ് ചെറിയ സെല്ലിൽ അടക്കപ്പെട്ട ജൂഡോ ഇല്ലായിരുന്നോ ആ തലയുടെ ടീമിന്റെ ലീഡർ, അങ്ങേര് ഇന്നാണ് പുറത്തിറങ്ങുന്നത്. അങ്ങേര് പുറത്തിറങ്ങിയതോടുകൂടെ നമ്മുടെ തലയ്ക്കും ജീവൻ വെച്ച് അങ്ങേര് ഇപ്പോൾ വലിയ മെയിനാ. ആശാരി ക്യാപ്റ്റനെ കാണുന്ന ജൂഡോ പറയും, നിനക്ക് ഏതോ ഒരു പയ്യന്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ ചായയും പൊറാട്ടയൊക്കെ കിട്ടിയെന്ന് കേട്ടു, എല്ലാം ശരിയാണോ? അതിന് ക്യാപ്റ്റൻ പറയും, എല്ലാം ശരി തന്നെയാണ്, പക്ഷെ നീ അവന്റെ വായെ പെടാൻ നിൽക്കണ്ട. അവൻ അടി കൂടാനായിട്ട് നടക്കുന്ന ഒരു പ്രാന്തന. പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞില്ലേ, അവൻ ഇന്ന് നിന്റെ സെല്ലിലേക്കാണ് വരാൻ പോകുന്നത്. അവൻ ഇത്രയും കാലം സാമിന്റെ സെല്ലിലായിരുന്നു, അവൻ ഇന്ന് നിന്റെ സെല്ലിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതേ സമയം നമ്മുടെ പയ്യനെ പഴയ സെല്ലിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. എന്നാൽ കൊണ്ടുവരുന്ന വഴിയിലാണ് ഉണ്ണിക്കുട്ടനും ടീമും കൂടെ അവിടെയെല്ലാം ക്ലീൻ ചെയ്യുന്നത്. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരന്റെ അടുത്തേക്ക് 2 പേര് ഓടി വന്ന് പറയും, അവിടെ സ്റ്റോർ റൂമിൽ ഒരു മാന് വന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക, ഞങ്ങൾ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് വായോ, അതൊന്ന് നോക്കി ഡീൽ ചെയ്ത് തരണം എന്ന് പറയും. അങ്ങനെ പോലീസുകാരൻ സോളിനോട് ചുമരിനോട് ചേർന്ന് നിൽക്കാനും പറഞ്ഞ് ആ
വന്ന രണ്ടുപേരുടെ കൂടെ അങ്ങോട്ട് ചെല്ലും. എന്നാൽ ആ സമയമാണ് ഉണ്ണിക്കുട്ടൻ വന്ന് സോളിനോട് പറയാ, എന്താടാ നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ? എന്നാൽ സോള് പറയും, അതിനെനിക്ക് താല്പര്യമൊന്നുമില്ല. ഉണ്ണിക്കുട്ടൻ പറയും, എന്നാൽ എനിക്ക് താല്പര്യമുണ്ട്, അതിനാണ് ഇവിടെ പ്രസക്തി. എന്നാൽ പിന്നെ നമുക്കൊന്ന് മുട്ടി നോക്കാം. ഞാൻ ജയിച്ചാ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നീ കേൾക്കണം, നീ ജയിച്ചാ നീ പറയുന്ന എന്തും ഞാൻ കേൾക്കാം. അതിന് സോള് പറയും, ഞാൻ പറയുന്ന എല്ലാം നീ കേൾക്കുമോ? അങ്ങനെയാണ് നീ ഇനി ആരെയും വെറുതെ ഉപദ്രവിക്കാൻ പാടില്ല, നീ ഇനി നല്ല പോലെ ജീവിക്കണം. നിനക്ക് പറ്റുമോ? ഓ എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നീ ജയിക്കണം. എന്നാൽ നമ്മൾ ഇന്നല്ല അടി ഉണ്ടാക്കാൻ പോകുന്നത്, വരുന്ന 5-ാം ദിവസം മെയിൻ്റെനൻസ് റൂമിന്റെ തൊട്ട് പിന്നി വെച്ച്. നീ റെഡിയാണോ? എന്നാൽ സോള് പറയുന്നത് നമുക്ക് ഇന്ന് തന്നെ വെക്കാമെന്നാണ്. ഇത് കേൾക്കുന്ന ഉണ്ണിക്കുട്ടൻ ഒറ്റയടിക്ക് ഒരു ഒറ്റ കീക്കിന് അവനെ താഴ്ത്തിടും. 5-ാം ദിവസം എന്ന് പറഞ്ഞാൽ 5-ാം ദിവസം നീ കാത്തിരിക്കേ. ഇവിടെ ജൂഡോ സെല്ലിലേക്ക് വരുന്നോണ്ട് തന്നെ അവരെല്ലാവരും കൂടെ ചേർന്ന് സെല്ലിന്റെ തറയെല്ലാം ക്ലീൻ ചെയ്യാണ്, സെല്ല് മുഴുവനായിട്ടും ക്ലീൻ ചെയ്യാണ്. അതെന്തിനാണെന്നറിയില്ല. തൊട്ടു പിന്നാലെ സെല്ലിലേക്ക് ജൂഡോ കയറി വരും. അവനെ കാണുമ്പോൾ തന്നെ അവരെല്ലാവരും വണക്കം വെക്കും. എന്നാൽ അവൻ ചെരുപ്പ് ഷെൽഫിലേക്ക് എടുത്തു വെക്കുന്ന കാണുമ്പോൾ മനസ്സിലാകും ജൂഡോക്ക് OCD ആണ്. OCD എന്ന് പറഞ്ഞാൽ OCD ബാധിച്ച ആളുകൾക്ക് വൃത്തി കുറച്ച് കൂടുതലായിരിക്കും. വൃത്തിയെന്ന് മാത്രമല്ല അടുക്കും ചിട്ടയും കുറച്ച് കൂടുതലാണ്. അതായത് നമ്മളിപ്പോൾ ജൂഡോയെ കണ്ടില്ലേ, സെല്ലിലേക്ക് വന്നപ്പോൾ തന്നെ അവന്റെ ചെരുപ്പ് അവൻ വളരെ ഭംഗിയായിട്ടാണ് അവിടെ അടുക്കി വെച്ചത്. മാത്രമല്ല തറയിൽ എന്തോ ഒരു കറയുണ്ടെന്ന് പറഞ്ഞ് അവൻ അതും തുടച്ചെടുക്കും. എന്നാൽ അപ്പോഴാണ് അകത്തേക്ക് സോള് കയറി വരുന്നത്. അവനെ കാണുന്ന നേരം ജൂഡോ ഒന്ന് അലേർട്ടാവും. ഇവിടെ ഉള്ളവന്മാരുടെയൊക്കെ തല ഇപ്പം ഞാനാണ്, നിനക്ക് ഞാൻ മാറി നീ ആവണേല് നീ ഇപ്പം എന്നോട് മുട്ടാൻ വരണം. എന്നാൽ സോള് പറയും, എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. ഇത് കേൾക്കുന്ന ജൂഡോ പറയും, ഇങ്ങനെയൊന്നും അല്ലല്ലോ, അവന്മാരൊക്കെ പറയുന്നത് നീ അടി ഉണ്ടാക്കാനായി നടക്കുന്ന ഒരു പ്രാന്തനാന്നാ. എന്തായാലും ഇപ്പൊ 5 ദിവസം കഴിഞ്ഞു. 5-ാം ദിവസം രാവിലെ തന്നെ സോളിനെ കാണാനായി ആ ബോക്സർ പയ്യൻ അങ്ങോട്ട് എത്തും. എന്നാൽ അവൻ ആദ്യമേ കേട്ടിട്ടുണ്ട് സോള് ജയിലിൽ അടിയും ഇടിയും എല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തവണ സോൾ അവനെ കാണാനായി വരുന്ന നേരം പഴയ പോലെ കരച്ചിലൊന്നുമില്ല. ആ ഫോൺ എടുത്ത് ചെവിയിൽ വെക്കും, ഒട്ടും വിറക്കില്ല. ബോക്സർ ചോദിക്കും, നീ എന്നെ തോൽപ്പിക്കാനാണോ അടി ഇടിയെല്ലാം പഠിക്കുന്നത്? നിനക്ക് അങ്ങനെ ഒരു വിചാരമുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു വിചാരം ഇല്ലാന്ന് സോള് പറയുന്നുണ്ടെങ്കിലും ബോക്സർക്ക് അത് തീരെ ഇഷ്ടാവില്ല. തൊട്ടടുത്തുണ്ടായിരുന്ന അവന്റെ കൈ പിടിച്ച് മടക്കിയിട്ടാണ് അതിന്റെ മറുപടി കൊടുക്കുക. ഇതേ സമയം ഉണ്ണിക്കുട്ടനും ടീമും ആണെങ്കിൽ സോളിനെ കാത്തിരിക്കുകയാണ്. അവനോട് ഇന്നത്തെ ദിവസമാണല്ലോ അടി ഉണ്ടാക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എത്രയൊക്കെ കാത്തിരുന്നിട്ടും അവനെ കാണാതാവുന്ന നേരം ജൂഡോയോട് ചോദിക്കും, അല്ലടോ താനല്ല അവന്റെ ക്യാപ്റ്റൻ, എന്നിട്ട് നീ ഇവിടെ ഉണ്ടായിട്ട് അവൻ ഇങ്ങോട്ട് വരുന്നു പോലുമില്ലല്ലോ, നിനക്ക് പട്ടി വിലയല്ല അവൻ തരുന്നത്. എന്നാൽ ജൂഡോ പറയും, എന്റെ പൊന്നു സഹോദര, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, ഈ അടിയും പിടിയൊക്കെ ഇനി നിർത്ത്. നിന്റെ പിന്നീ നിൽക്കുന്ന പൊട്ടന്മാരോട് ഞാൻ കുറെ കാലം പറഞ്ഞു, എന്നാൽ ആ പൊട്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും കാലം അടി ഉണ്ടാക്കിയിട്ട് ഇവന്മാർക്കൊക്കെ എന്ത് കിട്ടി? ഇനി അങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും സമാധാനമായിട്ട് പോയാൽ പോരേന്ന് ചോദിക്കുമ്പോഴാണ് അങ്ങോട്ട് നമ്മുടെ സോള് വരുന്നത്. സോൾ എത്തുമ്പോൾ തന്നെ ചോദിക്കുക, ഞാൻ ജയിച്ചാല് നീ പറഞ്ഞ വാക്ക് പാലിക്കുമെന്നാണ്. അതിനവൻ പറയും, നീ ആദ്യം ജയിക്കി എന്നിട്ട് നോക്കാലോ. പിന്നെ അവര് തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റാ. രണ്ടുപേരും കട്ടക്ക് കട്ടക്കാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാലും ഒരു 10% അധികമൊക്കെ നമ്മുടെ സോളാണ് കൊള്ളുന്നത്. അവന് പിടിച്ചെടുക്കാൻ പറ്റില്ല. എന്നാൽ അവന്റെ തുടക്ക് മുട്ടുകൊണ്ട് ഇടിച്ച് അവനെ താഴെ തള്ളിയിട്ട് അവന്റെ കഴുത്ത് പിടിച്ച് ലോക്ക് ചെയ്യും. ആ ലോക്കില് അവൻ തീർന്നു എന്നാണ് എല്ലാവരും വിചാരിക്കുക. എന്നാൽ ഉണ്ണിക്കുട്ടൻ, നിന്റെ ലോക്കൊക്കെ കഴിഞ്ഞോടാന്ന് ചോദിച്ച് അവനെ പിടിച്ചു പൊക്കിയിട്ട് അവന്റെ പുറത്തിട്ട് ഒരു ഒറ്റ അടിയാണ് താഴത്തേക്ക്. അങ്ങനെ എല്ലാവർക്കും ഉറപ്പായി ഇനി സോൾ എഴുന്നേറ്റ് വരാൻ പോകുന്നില്ല. ഉണ്ണിക്കുട്ടൻ വിജയാഘോഷത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അവിടുന്ന് ക്യാപ്റ്റൻ, ആശാരി ക്യാപ്റ്റൻ ഒന്ന് പിന്നിലേക്ക് നോക്കുന്നത് പറയാ. എന്നാൽ അങ്ങേര് അവനോട് അടി കൊണ്ട് തോറ്റയാളാണല്ലോ, സോളിനോട് തോറ്റയാളാണല്ലോ, അതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ അവനോട് ജയിക്കുന്നത് അങ്ങേർക്ക് തീരെ ഇഷ്ടാവില്ല. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ പയ്യൻ എഴുന്നേറ്റ് വരുന്നത്. അവനൊരിക്കലും തോറ്റു കൊടുക്കില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, എഴുന്നേറ്റ് പിന്നെ വരും. അതിനിപ്പോൾ അടി കൊള്ളാനാണെങ്കിലും അടി തിരിച്ചു കൊടുക്കാനാണെങ്കിലും അങ്ങനെ തന്നെ. കുട്ടൻ ഓടി വന്നവനെ ചാടി ചവിട്ടുന്ന നേരം ലീ അവന്റെ കാല് തന്നെ പിടിച്ച് താഴേക്ക് തള്ളിയിടും. എന്നാൽ എത്രയൊക്കെ അവനെ താഴെ തള്ളിയിട്ടാലും സോളിന് ഒരു രക്ഷ പോലുമില്ല. അവസാനം സോൾ ഒരു ഗ്യാപ്പ് കിട്ടുന്ന നേരം അവന്റെ കൊല്ലിക്ക് പിടിക്കും, കഴുത്തിന് ഇറുക്കി പിടിക്കും. അതൊരു 1.5 പിടിയാണ്. അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി സോൾ ആ പിടി ഒരിക്കലും വിടാൻ പോകുന്നില്ല. എന്നാൽ ഇനിയും കുറെ നേരം വൈകിയാൽ അവൻ എപ്പോഴാ മരിക്കാന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അപ്പോഴാണ് പോലീസുകാർ അങ്ങോട്ട് ഓടി വന്ന് നമ്മുടെ പയ്യനെ പിടിക്കുന്നത്. പിന്നെ അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ പയ്യൻ ചെറിയ സെല്ലിലാണ്. എന്നാൽ അവിടെ വെച്ചും പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരു കുറവുമില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവന് പുറത്തിറങ്ങാനുള്ള സമയമായി. ജൂഡോ അവനെയും കൂട്ടിയിട്ട് നേരെ ക്യാപ്റ്റന്റെയും ഉണ്ണിക്കുട്ടന്റെ അടുത്തേക്ക് ചെല്ലും. ഉണ്ണിക്കുട്ടൻ അവനെ കാണുമ്പോൾ തന്നെ ചോദിക്കും, എടാ നീ പുറത്തിറങ്ങിയല്ലേ, നമുക്ക് ഒന്നുകൂടി മുട്ടിയാലോ? എന്നാൽ ജൂഡോ പറയും, എടാ നിന്റെ വായൊന്ന് പൂട്ട്, നമുക്ക് ഇതെല്ലാം ഒന്ന് നിർത്താം, ഇതെന്റെ ഒരു അഭ്യർത്ഥനയാണ്, നീ പറയുന്നൊന്നും ഞാൻ അതിന് കേട്ടില്ലെങ്കിലോ എന്ന് ഉണ്ണിക്കുട്ടൻ ചോദിക്കുന്ന നേരം പിന്നെ എന്റെ അഭ്യർത്ഥന മാറി അതൊരു ഓർഡറായി മാറും. പിന്നെ നീ ഒരു കാര്യം ഓർത്ത് വെച്ചോ, കാര്യങ്ങളെല്ലാം മാറി. ഇപ്പം നിങ്ങളുടെ ടീമിനെ ഞങ്ങളുടെ ടീമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല, അത്രയും താഴെയാണ് നിങ്ങൾ. എന്നാൽ ഇത് കേൾക്കുന്ന കുട്ടൻ സോളിനോട് പറയും, എന്തായാലും അടിയിൽ നീയല്ലേ ജയിച്ചേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാൻ ഇനി ഒരു പ്രശ്നത്തിനും ഉണ്ടാവില്ല. അത് കേൾക്കുമ്പോൾ തന്നെ ജൂഡോ, അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി മുതൽ ടീമെന്ന് പറഞ്ഞ് അവന്മാരുടെ ഇടയിൽ കയറിയിരിക്കും. തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ സോളും കയറിയിരിക്കും. അങ്ങനെ അവരെല്ലാവരും കൂടെ ഇപ്പോൾ ഒരൊറ്റ ടീമായി. അങ്ങനെ ആ അലക്കിയ വസ്ത്രങ്ങളെല്ലാം ചിക്കിയിട്ടുകൊണ്ടിരിക്കുന്ന നേരം വെള്ളമുടിയൻ സോളിനോട് പറയും, നീ എനിക്ക് ചെയ്തു തന്നതിനെല്ലാം നന്ദി. എന്താടാ നീ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്ന നേരം അവൻ പറയും, ഞാൻ അടുത്ത ആഴ്ച പോവുകയാണ്. നിന്റെ അടിയും തിരിച്ചെഴുന്നേറ്റുള്ള വരവെല്ലാം കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നിനക്ക് ആരുടെ മുന്നിലും പിടിച്ചു നിൽക്കാൻ പറ്റും, പക്ഷെ എനിക്കങ്ങനെ പറ്റില്ല. എന്തായാലും നീ ഉള്ളതുകൊണ്ട്
എനിക്കിപ്പോൾ അടിയൊന്നും കൊള്ളാറില്ല എന്ന് പറഞ്ഞാണ് അവൻ അവിടെ നിന്ന് പോവുക. എന്നാൽ അന്ന് മുതൽ നമ്മുടെ ജൂഡോയും ക്യാപ്റ്റനും ഉണ്ണിക്കുട്ടനും സോളും തലയും അവരെല്ലാവരും ഒറ്റ ടീമാണ്. അവരെല്ലാവരും ഒരുമിച്ചാണ് പ്രാക്ടീസ് എല്ലാം ചെയ്യുക. എന്തോ ഇത്രയും കാലം ജയിലിൽ കിട്ടാത്ത എന്തോ ഒരു സന്തോഷം അവരുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് വന്ന പോലെ അവർക്ക് തോന്നും. അവരിപ്പോഴാണ് നല്ലപോലെ ഒന്ന് കൂട്ടാവുന്നത്. ശരിക്കും സ്കൂളിലെ ടീമുകളും ഇതുപോലെ വഴക്കെല്ലാം മാറ്റിവെച്ച് നല്ലപോലെ കൂട്ടായ എന്ത് രസമായിരിക്കും അല്ലേ. ഇതേ സമയം അഡൽട്ട് ജയിലെത്തിയ നമ്മുടെ സാം അവിടുന്ന് മറ്റൊരു തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ 100 റൗണ്ട് പോയിട്ട് ഒരു 50 റൗണ്ട് പോലും ഓടാൻ പറ്റുന്നില്ല. അത് കാണുന്ന സാം പറയും, നിന്റെ അഭിനയൊക്കെ വെച്ചിട്ട് നീ ഓടാൻ നോക്ക്. 100 റൗണ്ട് ഓടിയ വേറൊരുത്തൻ എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്, അവനൊരിക്കലും ഞാൻ മറക്കില്ല. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. നമ്മുടെ സോളിന് ജയിലിൽ നിന്നും പുറത്തിറങ്ങാനുള്ള സമയമായി. പോലീസുകാരൻ വന്ന് അവനോട് വസ്ത്രങ്ങളെല്ലാം മാറ്റി അവനെ പുറത്തേക്ക് കൊണ്ടുചെന്ന് പോകുന്നേരം അവൻ പോലീസുകാരനോട് ചോദിക്കും, സാർ എനിക്ക് ഒരൊറ്റ തവണ കൂടെ അകത്ത് പോയിട്ട് എല്ലാം ഒന്ന് കണ്ടുവരാൻ പറ്റുമോന്ന്. അങ്ങേര് മറുത്തൊന്നും പറയില്ല. അതുകൊണ്ട് തന്നെ സോൾ ആഗ്രഹം പോലെ അവൻ പ്രാക്ടീസ് ചെയ്തിരുന്ന സാമും അവനും കൂടെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഗ്രൗണ്ടിലേക്കാണ് ചെല്ലുക. അവിടെ വെച്ച് ആകെ അവന്റെ ഉള്ളിലേക്ക് എത്തുന്ന ഓർമ്മകൾ സാമിന്റെ കൂടെ അവനുണ്ടായിരുന്ന ഓർമ്മകൾ മാത്രമാണ്. എന്തായാലും അവൻ അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അവനെ കൊണ്ടുപോകാനായി ആരും അങ്ങോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ നടന്നാണ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ കുറേ ദൂരം മുന്നിലേക്ക് പോകുന്നേരം തൊട്ട് പിന്നിലുണ്ടായിരുന്ന ഒരു കാറി വെച്ച് ബോക്സർ പയ്യൻ പുറത്തേക്ക് ഇറങ്ങി വരും. സോളിന് എന്തോ കഴിക്കാനായിട്ട് അവൻ നീട്ടിക്കൊടുക്കും. നിനക്ക് നല്ലപോലെ വിശക്കുന്നില്ല എന്ന് ചോദിക്കുന്ന നേരം സോൾ അതൊന്നും മെയിൻറ്റ് ചെയ്യാതെയാണ് മുന്നോട്ട് പോവുക. എന്നാൽ ബോക്സർ പയ്യൻ വീണ്ടും അവന്റെ പിന്നാലെ വരുന്ന നേരം സോൾ അവനോട് ചോദിക്കും, എനിക്ക് ഇത്രയും കാലമായിട്ട് ഒരു കാര്യത്തിന് മാത്രം ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. നീ എന്തിനായിരുന്നു എന്നെ എത്രയും കാലം അടിച്ചോണ്ടിരുന്നത്? ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തിട്ടുള്ളത്? അതിന് ബോക്സർ, നീ എന്നോട് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? അതിനൊക്കെ നിനക്ക് പറ്റുമോ? എന്ത് വെറുപ്പാണ് എനിക്ക് നിന്നോടുള്ളത്? എനിക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു കടം തീർക്കാനാണ്. അത് തീർത്തിട്ട് പോരെ ബാക്കിയുള്ളതെല്ലാം. ഇത് കേൾക്കുന്ന സോളിന് അറിയാം ഇനിയും സംസാരിച്ചു നിന്നാ ഇതൊന്നും തീരാൻ പോകുന്നില്ലാന്ന്. അവൻ പെട്ടെന്ന് തന്നെ ആക്ഷനിൽ ഇറങ്ങും. എന്നാൽ ഇവൻ ആ ജയിലിൽ നിന്ന് മുട്ടിയ പാറ്റകൾ പോലെയൊന്നും അല്ല. അവനൊന്ന് തൊടാൻ പോലും സോളിന് പറ്റില്ല. എന്നാൽ അവൻ കൊടുക്കുന്നതെല്ലാം സോൾ നല്ലപോലെ വാങ്ങി വെക്കുകയും ചെയ്യും. എന്നാൽ അന്നേരത്തെല്ലാം സോളിന്റെ മനസ്സിൽ ആകെയുള്ള ഒരു കാര്യം അവൻ എന്തേലും ഒന്ന് കൊടുക്കണമെന്നാ. പക്ഷെ എത്രയൊക്കെ കിക്ക് ചെയ്താലും അവനൊന്ന് തൊടാൻ പോലും സോളിന് പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒന്ന് തേഞ്ഞു പോകുന്നുണ്ടെന്നല്ലാതെ അവനെ ഒന്ന് കാര്യമായിട്ട് ഇടിക്കാൻ പോലും സോളിന് പറ്റുന്നില്ല. എന്നാൽ അവന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമല്ല. പണ്ട് മുതൽ അടിയല്ല ഏറ്റുവാങ്ങുന്നയാളാണല്ലോ. ബോക്സർ ആണെങ്കിൽ കിട്ടുന്ന എല്ലാ ചാൻസിലും അവന്റെ മുഖത്തിട്ടാണ് ഇടിക്കുന്നത്. അവന് മുഖത്തിട്ട് ഇടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നാൽ അവസാനം നമ്മുടെ പയ്യന് ഒരു ചാൻസ് കിട്ടുന്ന നേരം അവനത് മുതലെടുത്ത് മുഖത്തിട്ട് ഒരു ഒറ്റ ഇടിയാണ്. എന്നാൽ ആ ഒറ്റ ഇടി കൊടുക്കുന്നതേ ഓർമ്മയുണ്ടാകൂ. പിന്നെ ഞെരിവട്ടം തിരിച്ചു കിട്ടും. ആ പ്രാന്തൻ അവനെ ഇടിച്ചിടിച്ച് അവന്റെ ടീഷർട്ട് അവന്റെ മുഖത്തിട്ട് വീണ്ടും വീണ്ടും ഇടിച്ചിടിച്ച് അവനെ താഴെയിടും. പിന്നെ ആ ടീഷർട്ടിന്റെ ഉള്ളിൽ കൂടെ ചോര കിനിഞ്ഞു പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണുക. ഈ ഒരു സമയം സോളിന്റെ ഉള്ളിലേക്ക് വരുന്നത് നമ്മുടെ സാമു പറഞ്ഞു കൊടുത്തൊരു കഥയാണ്. ആ സ്രാവിന്റെ കഥ. അത് മനസ്സിലേക്ക് എത്തുന്ന നേരം അവനറിയാം ചലിക്കാതിരുന്നാൽ മരിക്കും. അതുകൊണ്ട് എപ്പോഴും ചലിച്ചേ പറ്റൂ. അങ്ങനെ അവൻ മെല്ലെ എഴുന്നേറ്റ് വരും. പിന്നെ അങ്ങോട്ട് അവന്റെ അടിയാന്ന് വിചാരിക്കുകയാണെങ്കിലും വിചാരിച്ച പോലെ ഒന്നുമല്ല. അവൻ ഇപ്പോഴും അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ഇടികളെല്ലാം തലകൊണ്ട് ബ്ലോക്ക് ചെയ്ത് അവസാനം സാമു പറഞ്ഞെടുത്തൊരു സ്പെഷ്യൽ പഞ്ച് ഉണ്ട്, സ്പിന്നിങ് പഞ്ച്. ആ പഞ്ച് കിട്ടിയാൽ എന്തായാലും ഉറപ്പാണ് ബോഡി എന്തായാലും ബ്ലീഡാകും. സോൾ കിട്ടുന്ന ചാൻസ് നോക്കി അവന്റെ ഇടത്തെ കണ്ണിനിട്ട് ഒരൊറ്റ ഇടിയാണ് സ്പിന്നിങ് പഞ്ച്. ആ ഒരൊറ്റ ഇടി തന്നെ അവന്റെ കണ്ണിന്റെ ഭാഗത്ത് നിന്ന് ചോര വരാൻ തുടങ്ങും. അതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ ആകെ പതറി. ഇപ്പൊ 2 കണ്ണും കാണാൻ പറ്റാത്തതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ സമയം നോക്കി സോൾ അവനെ ഇടിക്കാനൊന്നും നിൽക്കില്ല. അവന്റെ കണ്ണ് തുറക്കട്ടെ, അവൻ നേരിട്ട് കാണട്ടെ, എന്നിട്ട് തുടങ്ങാന്നാണ് സോൾ വിചാരിക്കുക. കണ്ണ് കുറച്ചെങ്കിലും കാണാൻ തുടങ്ങുന്നവൻ സോളിന്റെ മോന്തക്കിട്ട് ഒരു ഒറ്റ ഇടിയാണ്. എന്നാൽ ആ ഇടി സോൾ ബ്ലോക്ക് ചെയ്യാനൊന്നും നിന്നില്ല. അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിയതാണ്. എന്നാൽ ഇത് കാണുന്ന ബോക്സർ സോളിന്റെ അടുത്ത പഞ്ച് ബ്ലോക്ക് ചെയ്യില്ല, അവനും ഏറ്റുവാങ്ങും. അങ്ങനെ അതുപോലെ തന്നെ അവർ തിരിച്ചു മറിച്ച് ഇടിയാണ്. സോൾ കൊടുക്കുന്ന ഇടിയെല്ലാം സ്പിന്നിങ് പഞ്ച് ആയതുകൊണ്ട് തന്നെ അവന്റെ തല പെരുത്ത് വന്നോണ്ടിരിക്കും. ബോക്സർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. അവസാനം ഒരൊറ്റ പഞ്ച് കൂടെ കൊടുക്കാൻ സോൾ കൈ ആഞ്ഞു വലിക്കുന്ന നേരം ബോക്സർ പയ്യൻ വേണ്ട എന്ന് പറഞ്ഞ് കൈവെക്കും. എന്നാൽ അവിടെയാണ് നമ്മുടെ സോൾ വിജയിക്കുക. ഇത്രയും കാലം സോൾ ബോക്സർ ഭയന്നായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ ഇപ്പൊ സോളിനെ ബോക്സർ ഭയന്നു. അതോടുകൂടി അവൻ വിജയിച്ചു. അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാനായി നിൽക്കില്ല. അവൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് പോവുക. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവൻ അഡൽട്ട് ജയിലിലേക്ക് സാമിനെ കാണാനായി ചെല്ലും. എന്നാൽ കാണാൻ വന്നിരിക്കുന്നത് സോളാന്ന് മനസ്സിലാവുന്ന നേരം അവന് വലിയ സന്തോഷമായി. അവനിപ്പോ സ്വന്തം ബന്ധം എന്നൊക്കെ പറയാൻ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അത് സോൾ മാത്രമാണ്. അവൻ സാമിനോട് ചോദിക്കും, നിങ്ങൾ സ്രാവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? എന്നാൽ ഈ ചോദ്യം കേൾക്കുന്ന സാം ഒന്ന് പതറും. അവൻ ഇതുവരെ സ്രാവിനെ നേരിട്ട് കണ്ടിട്ടില്ല, TV കൂടെയൊക്കെ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന നേരം സോള് പറയും, ഞാൻ ഇന്നലെ ഒരു അക്വേറിയം കാണാനായി പോയി. അവിടെ വെച്ച് ഞാനൊരു സ്രാവിനെ കണ്ടു. അതാണെങ്കിൽ ചലിക്കുന്നൊന്നുമില്ല. ചേട്ടനല്ല പറഞ്ഞ് സ്രാവിന് ജീവിച്ചിരിക്കണമെങ്കിൽ എപ്പോഴും ചലിക്കണമെന്ന്, ഇല്ലെങ്കിൽ അവറ്റകൾ മരിച്ചു പോകുമെന്ന്. ഇതെല്ലാം കേൾക്കുന്ന സാം ആകെ ഒന്ന് ചിന്തിക്കും. എന്നിട്ട് പറയും, അങ്ങനെ വരാൻ വഴിയൊന്നുമില്ലല്ലോ. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ വരണമെങ്കിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ആ സ്രാവ് ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാകും. നീ മരിച്ചൊരു സ്രാവിനെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. അത് കേൾക്കുന്ന സോള് അപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുക. അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞവൻ ചിരിക്കും. അത് കേൾക്കുന്ന സാമും ചിരിക്കും. അങ്ങനെ രണ്ടുപേരും ചിരിച്ചോണ്ട് നിൽക്കുന്ന നേരം നമ്മുടെ സോളിന്റെ കണ്ണ് കാണിച്ചുകൊണ്ട് ഷാർക്ക് ദ ബിഗിനിങ് എന്ന സിനിമ അവസാനിക്കുന്നു.
സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, എല്ലാ സ്രാവുകൾക്കും ജീവിക്കാനായി എപ്പോഴും നീന്തിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് ചില സ്പീഷീസ് പെടുന്ന സ്രാവുകൾക്ക് മാത്രമാണ് അങ്ങനെ. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ ചെകിളുകളിലേക്ക് ഏത് സമയത്തും വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. എന്നാൽ ചില സ്രാവുകളുണ്ട്, അവർ വായിൽ വെള്ളമാക്കി പേശികളുടെ സഹായത്തോടെ ചെകിളുകളിലേക്ക് പമ്പ് ചെയ്ത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് ചലിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് കൂടെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്യണേ. കമൻറ്റ് ചെയ്യാത്തവർ എന്തായാലും ഒരു കമൻറ്റ് കൂടെ ചെയ്യണേ. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കൽ.